മാർക്കറ്റിൽ ചുമട് ചുമക്കുന്ന കത്തോലിക്ക വൈദികൻ. സമയം രാത്രി 11 മണി. ഒരു കത്തോലിക്ക വൈദികൻ മാർക്കറ്റിൽ ചുമട് ചുമക്കുന്നു. പച്ചക്കറിക്ക് വേണ്ടി പിച്ച തെണ്ടുന്നു. ചിലർ ഇല്ല എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിക്കുന്നു. കച്ചവടക്കാരൻ്റെ ദയാപൂർവമുള്ള ഒരു നോട്ടത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നു. ചിലരാവട്ടെ പിന്നെ വരാൻ പറഞ്ഞ് ഒഴിവാക്കുന്നു. ചിലർ അച്ഛനു വേണ്ടി സാധനങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ഏതായാലും തന്നവരെയും തരാത്തവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് അടുത്ത കടയിലേക്ക് പോകുന്നത്. വല്ലാത്ത നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച. ഈ രാത്രി ഈ വൈദികന്റെ പ്രവൃത്തി എന്തിനു വേണ്ടി എന്ന അന്വേഷണമാണ് കോയമ്പത്തൂർ ടൗണിനോട് ചേർന്ന് തുടിയൂരിലുള്ള സെങ്കാലിപ്പാളയത്തിലെ അൻപുവില്ലത്തിൽ എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ടൗണിൽ നിന്ന് അല്പം മാറി ഗ്രാമത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതയും ഏറ്റുവാങ്ങി ഒരു വലിയ ഹൃദയത്തിൻ്റെ ഉടമയായ ജോസഫ് സെബാസ്റ്റ്യൻ എന്ന മനുഷ്യസ്നേഹി ദാനമായി നൽകിയ 30 സെന്റിലാണ് ഫാദർ രാജേഷ് MCBS സ്ഥാപിച്ച അൻപുവില്ലം എന്ന പുണ്യഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം തെങ്കാശിയിലെ വടകരയിലും പിന്നീടിപ്പോൾ കോയമ്പത്തൂരിലും അൻപുവില്ലം പ്രവർത്തിച്ചു വരുന്നു. ചില ദിവസങ്ങളിൽ അച്ഛൻ തെങ്കാശിയിൽ നിന്നും കോയമ്പത്തൂരിലെ അൻപുവില്ലത്തിലേക്ക് വരാറുണ്ട്. ഇങ്ങനെയുള്ള യാത്രകൾക്കിടയിൽ പലരോടും കെഞ്ചി വാങ്ങിയ സാധനങ്ങളാണ് ഈ വാഹനത്തിൽ. ഈ മലയാളി വൈദികൻ അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ ഫ്രാൻസിസ് അസീസി എന്നാണ്. വചനം ജീവിക്കുന്ന ഒരു വൈദികൻ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, വിശക്കുന്നവന് അന്നമായി, തെരുവിൽ കഴിയുന്നവന് അപ്പനായി, അസീസിയിലെ തെരുവിൽ പാവങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഫ്രാൻസിസ് അസീസിയെപ്പോലെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ഒരുപക്ഷെ നഗ്നന് ഉടുതുണിയുടെ രൂപത്തിൽ, വിശക്കുന്നവന് ഒരു നേരത്തെ അന്നത്തിൻ്റെ രൂപത്തിൽ തനിക്ക് സാധിക്കുന്നിടത്തെല്ലാം എത്തുന്നു ഈ വൈദികൻ. അതാണ് ഫാദർ രാജേഷ് MCBS. ഇത് ഫാദർ ബിനു കുര്യൻ MCBS. കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ സ്വയം ഏറ്റുവാങ്ങിയ ഊർജ്ജസ്വലനായ വൈദികൻ. അൻപുവില്ലത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി ചുറുചുറുക്കോടെ പ്രവർത്തിച്ചു വരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് ദിവ്യകാരുണ്യ ഈശോയോട് ഒത്തിരിയധികം ഭക്തി ഉണ്ടായിരുന്നു. ഈശോയെ എനിക്ക് ഒത്തിരി സ്വീകരിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ അച്ഛനാകാൻ വേണ്ടി ചേർന്നതും പഠിച്ച് വീണ്ടും അച്ഛനായി കഴിഞ്ഞപ്പോഴാണെങ്കിൽ പ്രൊവിൻഷ്യൽ അച്ഛൻ അൻപുവില്ലത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരിയധികം സന്തോഷമായിരുന്നു. കാരണം ഞങ്ങളുടെ സഭയുടെ ആ ഒരു ചൈതന്യവും സിദ്ധിയും അതെല്ലാം ജീവിക്കാൻ പറ്റിയ നല്ലൊരു ഇടമാണ് അൻപുവില്ലം. ഈ തെരുവിൽ അലയുന്ന മക്കളെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിശുദ്ധ കുർബാനയിൽ ഈശോ ചെയ്യുന്ന പോലെ ഈ പാവങ്ങൾക്ക് വേണ്ടി മുറിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ ആരോഗ്യത്തെയും സമയത്തെയും എനിക്കുള്ളതെല്ലാം എൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് ഇവിടെയാണ്, ഈ ഒരു അൻപുവില്ലത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അത് ഒത്തിരിയധികം എൻ്റെ ജീവിതത്തിന് സന്തോഷം നൽകുന്നുണ്ട്. പൗരോഹിത്യ സ്വീകരണ സമയത്ത് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റിയ, ഏറ്റവും ലളിതമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് എന്നെ ദൈവമേ അയക്കണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷെ അതനുസരിച്ച് ദൈവം അതുപോലത്തെ ഒരു സിമ്പിളായിട്ട് ലളിതമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരിടം, ആ കുർബാനയുടെ ചൈതന്യം ജീവിക്കാൻ പറ്റിയ ഒരിടത്തിലായിരിക്കുമ്പോൾ ഒത്തിരിയധികം സന്തോഷമാണ്, ഒത്തിരിയധികം ആത്മസംതൃപ്തിയുണ്ട്. ഇനിയും ഇവിടെ എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കാൻ പോലും എനിക്ക് താല്പര്യമാണ്. ആദ്യം തുടങ്ങിയ തെങ്കാശിക്കടുത്തുള്ള വടകരയിൽ 150ഓളം അനാഥരെ സംരക്ഷിക്കുന്ന അൻപുവില്ലം എന്ന സ്ഥാപനം കൂടാതെ 2024 മാർച്ച് മുതൽ കോയമ്പത്തൂരിലും അൻപുവില്ലം എന്ന സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു.
ഈ കാഴ്ചയുടെ പിന്നാലെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് വെളിപ്പെട്ടത്. ഇത് ഫാദർ സൂരജ് കടവിൽ MCBS. ഇവിടെ കോയമ്പത്തൂരിനടുത്ത് സങ്കാലിപ്പാളയത്തിലെ ശാന്തസുന്ദരമായ പ്രദേശത്ത് അൻപു ഇല്ലത്തിൻ്റെ ചുമതലക്കാരനായ വൈദികൻ. കേവലം 5 വർഷത്തിനിടയിലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഇദ്ദേഹം വിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന ദീപമായി ഇങ്ങനെ തെരുവിൽ പിച്ചിയെടുത്ത് നടക്കുന്നത്. ലോഹയുടെ ചുളുക്കമോ ചീഞ്ഞ പച്ചക്കറിയുടെ കറയോ ഇദ്ദേഹത്തെ തെല്ലും മടുപ്പിക്കുന്നില്ല. ഈ പിച്ചതണ്ടലിൽ ചിലയിടങ്ങളിൽ ഒന്നുമില്ല എന്ന മട്ടിൽ പറഞ്ഞു വിടുന്നതും അപമാനിക്കപ്പെടുന്നതും ഞാൻ കണ്ടു. എന്നാൽ കൂടുതൽ പേരും ആ സ്നേഹവായ്പിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ വാരിക്കോരി കൊടുക്കുന്നതിനും ഞാൻ ദൃക്സാക്ഷിയായി. ചിലരെ ഈ പ്രവൃത്തിയുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുവാൻ ഒരിക്കൽ അൻപു ഇല്ലത്തിലേക്ക് വരാനും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും ക്ഷണിക്കുന്നതും കണ്ടു. രാത്രി ഏതാണ്ട് 9:30 മണിക്കാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോഴും നല്ല തിരക്ക്. ഈ തിരക്കുകൾക്ക് ശേഷമാണ് അച്ഛൻ്റെ ഊഴം എത്തിയത്. ചില കച്ചവടക്കാർ കാത്തു നിൽക്കാൻ പറയുമ്പോൾ കാത്തു നിൽക്കുന്നു. ഇന്നില്ല എന്ന് പറയുമ്പോൾ അതും കേട്ടു. എന്നാൽ ആ അഗതികൾക്കായി നേരത്തെ തന്നെ സാധനങ്ങൾ മാറ്റിവെച്ചവരെയും കൂട്ടത്തിൽ കണ്ടു. നിയമാവർത്തനം 24:21 പറയുന്നത് പോലെ മുന്തിരിത്തോട്ടത്തിലെ പഴം ശേഖരിക്കുമ്പോൾ കാലാപെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. സത്യത്തിൽ ഇവിടെ അത് അന്വർത്ഥമാകുകയാണ്. തന്നവരെയും തരാത്തവരെയും അനുഗ്രഹിച്ചാണ് അടുത്ത കടയിലേക്ക് ആ വൈദികൻ പോകുന്നത്. നല്ല ഇറക്കഗുണമുള്ള ഉള്ളങ്ങളാൽ നടന്നു പോകുന്നത് ദേശമാണോ ഫോറും പതുക്കെ ഇതും കരുതാറ്. ഇങ്ങനെ ഈ അപൂർവ കാഴ്ച കണ്ട് ചിലർ അച്ഛനോട് മൊബൈൽ നമ്പർ മേടിക്കുന്നതും ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിടിഞ്ഞ് എനിക്ക് വീണ്ടും ചിത്രീകരിക്കാനുള്ള ഒരു കരുത്ത് കൈവന്നത്. ഇപ്പടി കിടക്കുന്നതാണ് എന്നോട് അദാനി അംബാനി എല്ലാം ഇങ്ങനെ ഇതുമാതിരി ഉള്ളത്. ഇറക്കഗുണമുള്ള നല്ല பாக்கெட் பண்ணி எல்லாம் கரெக்டா. தேங்க்யூ. சரி நாங்க அந்த ஊர்ல இங்க வந்து 30 வருஷம் ஆச்சு. 30 வருஷம் ஆச்சு. இப்ப ரேஷன் கடைல அங்க இருக்கு. நன்றி. இந்த டீம் எல்லாம் மக்களுக்கு எல்லாம் வீட்டுல நீங்க செய்த ஆண்டவரே உங்களுக்கு எல்லாம் தரட்டும். അങ്ങനെ രാത്രി 1 മണിയോടെ തിരികെ അൻപു ഇല്ലത്തിൽ എത്തി.
ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോഴും അച്ഛൻ ജോലിയിൽ തന്നെയായിരുന്നു. വെളുപ്പിനെ 5 മണിക്ക് എന്നെ വിളിച്ചുണർത്തി അടുത്തുള്ള വിശ്വാസപുരം എന്ന സ്ഥലത്ത് സ്കൂളിൽ കുർബാന ചൊല്ലാൻ പോയപ്പോൾ എന്നെയും കൂട്ടി. തിരിച്ചെത്തിയപ്പോൾ റോമിയോ അലോഷ്യസ് എന്ന ഒരു നല്ല സമറായൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികൾ അരിഞ്ഞ് പാചകത്തിന് തയ്യാറാക്കുന്നു. ശമ്പളത്തോടു കൂടിയുള്ള ജോലിക്കാരാണെങ്കിലും മഹത്തരമായ ശുശ്രൂഷ തന്നെയാണ് ഇവർ അനുഷ്ഠിക്കുന്നത്. അന്ന് ഞായറാഴ്ചയായതുകൊണ്ട് ഈ പരിസരത്ത് പ്രവർത്തിക്കുന്ന നേഴ്സിംഗ്, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും എത്തുന്ന കുട്ടികൾക്ക് വേണ്ടി വീണ്ടും വിശുദ്ധ കുർബാന.